എപ്പോഴാണ് ഖിയാമത്ത് നാളുണ്ടാവുക? മക്കാ മുശ്രിക്കുകൾ നിരന്തരം അല്ലാഹുവിന്റെ റസൂലിനെ വന്ന് ശല്യപ്പെടുത്തി. ഇന്നും ഇന്നലെയുമുള്ള തർക്കമല്ല ഖിയാമത്ത് നാളിനെ കുറിച്ച്. എപ്പോഴാണ്ടാവുക? അവര് നിരന്തരം വന്ന് ചോദിച്ചു. അപ്പോഴാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. അവരങ്ങയോട് വന്ന് ചോദിക്കുന്നുണ്ട് നബിയെ, എപ്പോഴാണ് ഖിയാമത്ത് നാളിന്റെ ആഗമനം ഉണ്ടാവുക എന്ന് അവരങ്ങയോട് വന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കാനിട്ടൊന്നല്ല നബിയെ. അങ്ങതിൽ ഇടപെടേണ്ട ആവശ്യമില്ല നബിയെ. ഇലാ റബ്ബിക മുൻതഹാഹാ. അതിന്റെ അറിവ് അങ്ങയുടെ രക്ഷിതാവിലേക്ക് വിട്ടേക്ക് നബിയെ. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ. അങ്ങ് ആ ഖിയാമത്ത് നാളിനെ പേടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ആളാ നബിയെ. അങ്ങതിൽ വിഷമിക്കൊന്നും വേണ്ട എന്നവരോട് പറഞ്ഞു. എന്നാൽ എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുമെന്ന വിഷയത്തിൽ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന് വരെ സംശയമില്ല. ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നു. അവർ പറയുന്ന പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല മനുഷ്യന് ഔദാര്യമായി തന്ന ഓക്സിജനിൽ വിഷം കലർന്നിട്ടുണ്ട്. ഓസോൺ പാളികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാ വെള്ളമുള്ളത്? വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകൾ പലരും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് മഴ നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് കുടിവെള്ളം തരുമാറാവട്ടെ. ആധുനിക ശാസ്ത്രം പറയുന്നു, ഇന്ന് മനുഷ്യൻ പരസ്പരം യുദ്ധം ചെയ്യുന്നത് പെട്രോളിന് വേണ്ടിയാണെങ്കിൽ, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, കുറച്ചു കാലം കഴിഞ്ഞാൽ മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടി വരിക പെട്രോളിയത്തിന് വേണ്ടി ആയിരിക്കില്ല, പച്ച വെള്ളത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് അതിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നബിയെ തങ്ങൾ അവരോട് പറ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ. ഖുൽ നബിയെ തങ്ങൾ അവരോട് പറ. എന്താ പറയേണ്ടത്? അറഅയ്തും മനുഷ്യന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളമൊക്കെ വറ്റിപ്പോയാൽ, രാവിലെ മോട്ടറിന് സ്വിച്ചിട്ടപ്പോ ടാങ്കിലേക്ക് വെള്ളം വരുന്നില്ല, ചെന്ന് നോക്കിയപ്പോ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. ആ നിലക്ക് നിങ്ങൾ കണ്ടാൽ അവരോടൊന്ന് ചോദിച്ചു നോക്ക് നബിയെ. എന്താ ചോദിക്കേണ്ടത്? ഫമയ്യതീകും ബിമാഇൻ മഈൻ. കേബിൾ കട്ടായിപ്പോയാൽ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചാൽ അയാൾ വന്ന് ശരിയാക്കി തരും. സീരിയൽ കളായി പോവില്ല. ഫോണ് കട്ടായിപ്പോയാൽ അത് ശരിയാക്കാൻ കുറഞ്ഞ സമയം മതി. കറണ്ട് മുറിഞ്ഞു പോയാൽ അത് ശരിയാക്കാൻ ആയുധങ്ങളുണ്ട്. ഇവിടെ എല്ലാത്തിനും ആളുണ്ട്. പക്ഷേ നിന്റെ കിണറ്റിലെ വെള്ളമങ്ങ് വറ്റിപ്പോയാൽ നീ വീട്ടിൽ വെച്ച് പറഞ്ഞ് വെള്ളമില്ലല്ലോ. ആ സമയത്ത് നീ പഠിപ്പിക്കാൻ വിട്ട സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി പറഞ്ഞു, അതിനെന്തിനാ വിഷമിക്കുന്നത്? 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും കൂട്ടിയാൽ വെള്ളമുണ്ടാവും. എന്നാൽ ഉണ്ടാക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, ഫമയ്യതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ കിണറ്റിലുള്ള വെള്ളം വറ്റിപ്പോയാൽ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ഉറവയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ സാധിക്കുന്ന സയന്റിസ്റ്റ് ആര് ലോകത്തുണ്ടെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് നബിയേ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വെള്ളമുള്ളത് കൊണ്ടാണല്ലോ ജയലളിതയും അച്യുതാനന്ദനും കരുണാനിധിയും അച്യുതാനന്ദനും തല്ലുകൂടിയത്. എന്നാൽ ഒരു ദിവസം രാവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ വന്നാൽ ഫമയ്യതീകും ബിമാഇൻ മഈൻ. ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു തരിക? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? ഉറവയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ഒരു തുള്ളി വെള്ളം തരാനെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് നബിയേ. വല്ലാത്തൊരു ചോദ്യമാണത്. മനുഷ്യൻ ധാരാളിത്തം കാണിക്കുന്നു. ഞാൻ സാന്ദർഭികമായി എന്റെ ഉമ്മമാരോട് പറയട്ടെ, എന്റെ സഹോദരിമാരോട് പറയട്ടെ, വെള്ളം അത് അമൂല്യമാണ്. ഇസ്ലാമിന്റെ നിയമമല്ല.
കടലിൽ പോയിട്ടാ ഉളവെടുക്കുന്നതെങ്കിലും 3-ലധികം തവണ ശരീരാവയവങ്ങൾ കഴുകൽ കറാഹത്താണെന്ന ഫുഖഹാക്കൾ. എന്തുകൊണ്ട്? വെള്ളം വിലപ്പെട്ടതാണ്. ഒരു സ്പൂണ് കഴുകാൻ വേണ്ടി പൈപ്പ് അവിടെ തുറന്നു വെച്ച് അലമാര പോയി പരതി, സ്പൂണ് കാണുന്നില്ല. അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ പോയി നോക്കി, അപ്പോഴേക്ക് 2 ബക്കറ്റ് വെള്ളം ഇവിടെ തീർന്നിട്ടുണ്ട്. ചെറുതാണോ വിഷയം? ആര് കൊണ്ടുവന്നു തരും നിങ്ങൾക്ക് ശുദ്ധജലം? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്.